അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വെനില ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ വെനില ഐസ്ക്രീം ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം, 2 കപ്പ് പാല്, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര, വെനില എസൻസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ആദ്യം 2 കപ്പ് പാലെടുത്ത് വെച്ചില്ലേ, ആ പാലിന്ന് കുറച്ച് പാലെടുത്ത് കോൺഫ്ലവറിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കി പാല് ഒരു പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കുക. കോൺഫ്ലവർ പാലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കോൺഫ്ലവർ തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പിന്നെ കട്ട പെട്ടെന്ന് കെട്ടില്ല. ഇതിപ്പോൾ തിക്കായി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മധുരം ബാലൻസ് ആയി കിട്ടും. 1 സ്പൂണ് വെനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ചില ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചാലൊന്നും ടൈറ്റ് ആവില്ല. ഐസ്ക്രീം ടൈറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എനിക്ക് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ. ഞങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വെനില ഐസ്ക്രീം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ആയതുകൊണ്ടാണ് ഇത്ര ടൈറ്റ്. ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ച് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നില്ല, ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. Thanks for watching.